ശ്രീ എം കെ ഹരിദാസ്, അത്തരം ഒരു സംഘടനയുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ അനൗദ്യോഗികമായാണ് ആ പദപ്രയോഗം നടത്തുന്നത്, മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെയുള്ളത്. പക്ഷേ കൃത്യമായി അങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്നുള്ളതിൻ്റെ അവസാന കണ്ണികളാകുകയല്ലേ ഈ ലഹരി ഉപയോഗത്തിൽ പിടിക്കുന്ന പല നടന്മാർമാരും. അവർ പറയുന്നത് തങ്ങൾ മാത്രമല്ല മറ്റ് പല വമ്പന്മാരും ഉണ്ട് എന്നുള്ളത്. തീവ്രവാദവും ലഹരി ഉപയോഗവും സിനിമയിലൂടെ കയറ്റാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഈ മേഖലയിലുണ്ട് എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? രോഹിണിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് എത്തണേക്കാട്ടിന് മുമ്പ് സിനിമയിൽ സജീവമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ മാനേജർ, അദ്ദേഹം ഇപ്പോ കുറച്ച് ശാരീരികമായ അവശതകൾ കൊണ്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പരിചയക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ പ്രൊഡക്ഷൻ മാനേജറായിരിക്കുന്ന സമയത്ത് ഇല്ലാത്ത ഒരു റിസ്ക്കും റെസ്പോൺസിബിലിറ്റി ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ മാനേജർമാർക്കുണ്ട്. കാരണം ചില നടന്മാരെ സൈറ്റിലെ ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തണമെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന ലഹരി മരുന്ന് ആ ഷൂട്ടിംഗ് സെറ്റിൽ എത്തി എന്ന് ഉറപ്പ് വന്നതിന് ശേഷമേ അവർ ഹോട്ടൽ മുറിയിൽ നിന്നായാലും അവരുടെ വീട്ടിൽ നിന്നായാലും പുറപ്പെടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ പ്രൊഡക്ഷൻ മാനേജർമാരുടെ ഡ്യൂട്ടി കൂടിയിരിക്കുകയാണ്. കാരണം ഇതിന്റെ വിതരണക്കാരെ കൂടി, അതായത് ലഹരി മാഫിയയുടെ കണ്ണികളെ കൂടി കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിച്ചെന്ന് നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു 10-15 കൊല്ലം മുമ്പൊന്നും ഇത്തരം ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരു കഞ്ചാവ് വലിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് ഒരു കഞ്ചാവ് കത്തിച്ചിട്ട്, ഇപ്പൊ ഈയിടെ ഒരു പ്രമുഖ നിർമ്മാതാവ് ഈ ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ഒരു കഥ ചിത്രീകരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് അദ്ദേഹം വേറെ ഒരു തിരക്കഥാകൃത്തിനെ വിളിച്ചു വരുത്തുകയും ആ തിരക്കഥാകൃത്തിനെ ഒരു പുതിയ സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ചെന്നപ്പോ പറഞ്ഞത് ഒരു പ്രമുഖ നടനും അതുമാതിരി തന്നെ 1-2 നിർമ്മാതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കഞ്ചാവിന്റെ പുറത്താണ്. കാരണം ഒരാൾക്ക് മാത്രമാണ് കഷ്ടിച്ച് ഞാൻ ചെന്നിട്ടുള്ള ആവശ്യം എന്നോട് പറയാൻ പറ്റിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ചിലവർ അങ്ങാട്ടി തിരിഞ്ഞു നടക്കുന്ന ഒരു പ്രമുഖ നടൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്രമുഖ നടനുണ്ട്. അപ്പൊ അതൊക്കെ ഒരു റൂമിൽ ഒതുങ്ങുന്ന കാര്യങ്ങള്. ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ, ഒരു ആരറിഞ്ഞാലും ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾ സെലിബ്രിറ്റികളാണ്, ഞങ്ങളുടെ ഇത്തരത്തിലുള്ള തെറ്റുകളെല്ലാം ന്യായീകരിക്കാൻ പുറത്ത് സോഷ്യൽ മീഡിയ വഴി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വലിയൊരു സമൂഹമുണ്ട് എന്നുള്ള ബോധത്തില് ഈ ഷൈൻ ടോം ചാക്കോയും ഈ ശ്രീനാഥ് ബാസിയെ പോലുള്ളവരും ചേർന്ന് നടത്തുന്ന ഇത്തരം അപച്യുതികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. കാരണം ഇപ്പൊ ഈ ഷൈൻ ടോം ചാക്കോ ആ കേസിലെ ഇപ്പൊ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കേണ്ട വ്യക്തിയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഭംഗിയായിട്ട് ഊരിപ്പോന്നു. ആരാണ് ആ നിയന്ത്രിത ശക്തി? അതായത് തൊണ്ടി മുതൽ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തി. അത് നമ്മുടെ സർക്കാരിന് അന്വേഷിച്ച ആ വ്യക്തികളെ കണ്ടെത്താം. അത് പോലീസിന്റെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരാണോ, അതോ പുറത്തു നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ പുറത്തു നിന്ന് ഇത് മാറ്റാൻ വരുന്ന ഗേങ് ആണോ ഇത് മാറ്റിയത് എന്ന് കണ്ടെത്താം. പക്ഷെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിലത്തെ രാഷ്ട്രീയമായിട്ട് ഇതിൽ ഇടപെടുന്ന കണ്ണികളിലേക്ക് അന്വേഷണം ചെന്നെത്തും. അപ്പൊ രാഷ്ട്രീയക്കാരുടെ മുഖം വികൃതമാകും. അപ്പൊ ഇത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയല്ല. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈയിടെ ഒരു RMO, റിട്ടയർ ചെയ്ത ഒരു RMO എന്നോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എറണാകുളത്തെ സ്വകാര്യ സർക്കാർ ആശുപത്രികൾ, അതായത് കിടത്തി ചികിത്സയുള്ള ആശുപത്രികളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും റിസപ്ഷനുകളിലും അതുപോലെ തന്നെ OP ടിക്കറ്റ് വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് കൈമാറുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത്. കാരണം അവിടെയൊന്നും കൃത്യമായ പോലീസ് വരില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഈ സാധാരണക്കാരായ ഉപയോക്താക്കൾക്ക് വേണ്ടി, ഇതിപ്പോ ഉപഭോക്താവ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് ഉപയോഗിക്കാതെ തന്നെ ഒരു 24 മണിക്കൂർ കഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഷൈൻ ടോം ചാക്കോനെ പോലെ, ഷൈൻ ടോം ചാക്കോ ഒരു പ്രമുഖ നടനായതുകൊണ്ട് നമ്മൾ പേരറിയുന്നു. ഇത് ഉപയോഗിക്കാതെ തരമില്ലാത്തവനെയാണ് ഉപയോക്താവ് എന്ന് പറയുക. ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ അത് കിട്ടിയാൽ ഉപയോഗിക്കുന്നവൻ മാത്രമാണ് അവൻ. അപ്പൊ ഉപയോക്താക്കളായിട്ട് മാറുന്നവരെ ഇത്തരം സ്ഥലങ്ങളിൽ വന്നിട്ട് അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മുടെ കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ വിപത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ചുമതലകളിൽ മാറ്റം വരുന്നു ഈ ഒരു വിഷയത്തിന്റെ പേരില്. അപ്പൊ ഇതിന്റെ കണ്ണികൾ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു, അതായത് ഇതിന്റെ വിതരണം, ഇത് എവിടെ നിന്ന് വരുന്നു, അത് എവിടെ വിതരണം ചെയ്യപ്പെടുന്നു, അതിന്റെ വിൽപ്പനയുടെ രീതികൾ എന്താണ്, ഇതിനൊക്കെ അപ്പുറം ഇത് എത്തി നിൽക്കുക ഇതിന്റെ രാഷ്ട്രീയമായ പങ്കാളിത്തത്തിലേക്കാണ്.
അത് രാഷ്ട്രീയമായ പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാരെ ജയിലിൽ നിന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ഇപ്പൊ ഇന്നലെ ഷൈൻ ടോം ചാക്കോനെ വിട്ടിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിലാണ്. അപ്പൊ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ കഴിയാത്ത വിധത്തിലുള്ള മയക്കുമരുന്ന് കയ്യിലുള്ള ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് FIR ഇടാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം നമ്മുടെ പോലീസുകാർ കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഭരണകക്ഷിയുടെ വിടി വരുന്നത്, ഇവനെ വിട്ടോളൂ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടോളൂ, പിന്നത്തെ കാര്യം പിന്നീട് നോക്കാം എന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിട്ടുണ്ട്. ആ എത്തിച്ചേരലിലാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഈ വലിയ മയക്കുമരുന്ന് വിൽപ്പനയുമായിട്ട്, ഞാൻ അവരുടെ സംഭരണത്തിന്റെ കാര്യത്തിൽ ഞാൻ അവരെ പറയുന്നില്ല, കേരളത്തിലെ വിൽപ്പനക്കണ്ണികളുമായിട്ട് ഉള്ള ഒരു അടുപ്പത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് കൃത്യമായിട്ട് ഇതിന്റെ മാസപ്പടി എല്ലാവർക്കും കൃത്യമായിട്ട് സിനിമാ ലോകത്തു നിന്നായാലും ഏത് ലോകത്തു നിന്നായാലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. കണ്ണൂര് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി തനിക്ക് കല്യാണാലോചന വന്നപ്പോൾ എന്താ ചെയ്തത്? ചെക്കന്റെ ബയോഡാറ്റ ആയിട്ട് ആ ചെക്കന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കുകയും ചെയ്തത് ഇവന്റെ പേരിൽ വല്ല മയക്കുമരുന്ന് കേസുകളുണ്ടോ എന്നുള്ളത്. ഈ നിലയിലേക്ക് കേരളത്തിലെ പെൺകുട്ടികൾ ജാഗരൂകരാകേണ്ട സ്ഥിതിയിലേക്ക്, അതായത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന 100 കല്യാണം നടന്നു കഴിഞ്ഞാൽ 50 കല്യാണ ചെക്കന്മാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നുള്ളൊരു കണ്ടെത്തലാണ് നാട്ടിൻപുറങ്ങളിൽ നിന്ന് സംസാരത്തിൽ നിന്ന് കേൾക്കാനുള്ളത്. അപ്പൊ ആ പെൺകുട്ടി സ്വയം പോയിട്ട് അന്വേഷിക്കേണ്ട അവസ്ഥ കേരളത്തിൽ മയക്കുമരുന്ന് ഒരു കാർമേഘം പോലെ, അതായത് നമ്മളല്ലേ കർക്കടക മാസത്തിൽ രൂപം കൊണ്ട കാർമേഘം പോലെ ഓരോരുത്തരുടെ തലയ്ക്ക് മീതും കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെയല്ല കേരളം എന്ന് വരുത്തി തീർക്കേണ്ട പരിപൂർണ ചുമതലയും ഇവിടുത്തെ കേരളം ഭരിക്കുന്ന സർക്കാരിനാണ്. അതിനെ 3 ഡിപ്പാർട്ട്മെന്റുകളെയും കൂടി ഏകോപിപ്പിച്ചിട്ട് ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ദുരന്തം നമ്മൾ വളരെയധികം അനുഭവിക്കേണ്ടി വരുമെന്നാണ് രോഹിണി എനിക്ക് പറയാനുള്ളത്. ശരി.